ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. സഹോദരങ്ങളെ, ജീവപ്രദമായ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ. കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാന കൈക്കൊണ്ട് അങ്ങയോടുകൂടി ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കുന്നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ. നിന്നെ പ്രസവിച്ച മറിയാം നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവനെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ തൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനേ, ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. പൗലോസ് ശ്ലീഹാ ധന്യൻ ചൊൽകട്ടെ ഈ ദേവൻ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാതൂതൻ താനേൽക്കും സഭതൻ ശാപം. പലതരമുപദേശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശത്തിൽ സ്ഥിരമായി നിൽക്കുന്നു ധന്യൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ബാരക്കുമോർ. ശ്ലീഹാടിയുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ. അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹാത്തിന്റെ എല്ലാ സന്തതിക്കും, നിയമം ലഭിച്ച സന്തതിക്ക് മാത്രമല്ല, അബ്രഹാത്തിന്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ നമ്മളെ എല്ലാവരുടെയും പിതാവാണ്. ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവന്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരിക്കുന്നതാണ് ഈ വിശ്വാസം. നിന്റെ സന്തതി പ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് തന്നനേകം ജനതകളുടെ പിതാവായിരിക്കും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ബാരക്കുമോർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാഗങ്ങളടച്ചിടുവിൻ, കർത്തൃപ്രാകാരം നിർമ്മല കാഴ്ചയുമാ. കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. ബാരക്കുമോർ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്.
വന്നവനും പെരുമാറിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അറിയാം ശരീരമെടുത്തവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനയുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അവമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണിതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഉശൈനോ ലഖു ലഖു. നീതിയന്മാരും ജാതികളോടേവൻ ഗീരിയോ അറിയിച്ചാസ്നേഹന്മാരും അയ്യവാന്മാർ പുണ്യത്തേട്ടോ സഹദേന്മാർ മൗര്യാനന്മാർ ദൈവത്തിൻ മാതാനും നല്ല മരിച്ചോ എളുമോർക്ക് പെട്ടിടും അവരുടെയാ പ്രാർത്ഥന ഞങ്ങൾ എപ്പോഴും കോട്ടയതായി തീരേണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 19-ാം തീയതി ഈ തിരുനാൾ നാം ആഘോഷിക്കുന്നതാണ്. എന്നാൽ ഈ വർഷം ഇതിന് കുറേ കൂടി പ്രാധാന്യം കൈവന്നിരിക്കുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ യൗസേപ്പ് വത്സരമായി ഈ വർഷത്തെ പ്രഖ്യാപിച്ച് സമർപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ യൗസേപ്പിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകുവീൻ എന്ന് പൂർവ യൗസേപ്പിനോട്
ഭരണാധികാരിയായ രാജാവ് ഉപദേശിച്ചതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ സങ്കീർണതകളെ അതിജീവിക്കുന്നതിന് വിശുദ്ധ യൗസേപ്പിലേക്ക് നാം മുഖം തിരിക്കാൻ പരിശുദ്ധ മാർപ്പാപ്പ നമ്മോട് ഉപദേശിക്കുന്നു. ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ആത്മീയത അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് ജീവിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവ് ശൂന്യവൽക്കരണത്തിൻ്റെ സമ്പൂർണമായ മാതൃകയാണ്. കോവിഡ് കാലഘട്ടത്തിൻ്റെ പലതരത്തിലുള്ള വിഹുലതകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ആത്മീയത ഉൾക്കൊള്ളുക, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ സഹായം തേടുക എന്നുള്ളത് ഏറ്റവും ഉചിതമാണ് എന്ന് പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവിൽ പ്രചോദിതനായി നമ്മെ ഉപദേശിക്കുകയാണ്. ഭയത്തിൻ്റെ, ആശങ്കയുടെ, പലായനത്തിൻ്റെ, തൊഴിൽ നഷ്ടപ്പെടുന്നതിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം. ഇതെല്ലാം വിശുദ്ധ യൗസേപ്പിൽ നാം കണ്ടെത്തുന്നതാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനും വളർത്തിക്കൊണ്ടുവരാനും ഇതുപോലെ ഭയചകിതമായ ഒരവസ്ഥയിലൂടെ, പലതരത്തിലുള്ള ആശങ്കകളിലൂടെ കടന്നുപോയി. ഈജിപ്തിലേക്കുള്ള പലായനം ആവശ്യമായി വരും. ഒരർത്ഥത്തിൽ അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകും. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തൊഴിലില്ലായ്മയുടെ ആ ഒരു രൂക്ഷം നാം അനുഭവിക്കുന്നുണ്ട്. പ്രവാസികളുടെ മടങ്ങിവരവുണ്ട്. രോഗപീഠയെപ്പറ്റിയുള്ള ഭയപ്പാടുകളുണ്ട്. പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ പരിശുദ്ധ പിതാവ് നമ്മെ ഉപദേശിക്കുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവിലേക്ക് തിരിയാനാണ്. സാധാരണ വിശുദ്ധ ജീവിതം നയിക്കുക എന്നാൽ ഒരു അസാധാരണമായ ജീവിതമെന്ന് നാം തെറ്റിദ്ധരിക്കും. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അസാധാരണമായ വിശുദ്ധിക്ക് വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാൻ പലരും മടിച്ചു നിൽക്കും. ഈ കാലഘട്ടത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന യുവതീ യുവാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അതിനോട് വിമുഖത പുലർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ വിശുദ്ധ യൗസേപ്പ് പിതാവിലേക്ക് നാം നോക്കുമ്പോൾ ഒരു അസാധാരണത്വവും നാം കണ്ടെത്തുന്നില്ല. സാധാരണ ജീവിതത്തിൻ്റെ ഒരു മാതൃകയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, ആശാരിപ്പുരയിൽ പണിയെടുക്കുന്നവൻ, അതിസ്വാഭാവികമായ ഒരു പ്രത്യേകതകളും പ്രകടമാക്കാതെ ജീവിക്കുന്നു. എന്നാൽ ഈ സാധാരണത്വത്തിലുള്ള അസാധാരണത്വമാണ് ഒരു വ്യക്തിയെ വിശുദ്ധനാക്കി തീർക്കുന്നത് എന്നുള്ള പാഠമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് നൽകുന്നത്. ഈ സാധാരണ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക്, കർഷകർക്ക്, തൊഴിലാളികൾക്ക്, പലതരത്തിലുള്ള വികലതകളുമായി കഴിയുന്ന സാധാരണക്കാർക്ക് വിശുദ്ധരാകാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മിലേക്ക് സ്വീകരിക്കാൻ ഇത് സഹായകമാകും. അതിന് അതിമാനുഷികമായ പ്രത്യേകതകളൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരിലേക്ക് നാം നോക്കും. 4 സുവിശേഷങ്ങളിലും യൗസേപ്പ് പിതാവിനെ പറ്റി പറയുന്നുണ്ട്. യൗസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? രക്ഷകനായ യേശുക്രിസ്തുവിന് പേരിടാൻ നിയോഗം ലഭിച്ച ആളാണ്. അവന് യേശു എന്ന് പേരിടണം. അത് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്വർഗം നൽകുന്ന ഈ വലിയ കൃപ സ്വീകരിക്കാനും
യേശുക്രിസ്തുവിന് നാമകരണം നടത്തി ഈ ലോകത്തിൽ സാക്ഷിയായി തീരാൻ. അതോടൊപ്പം നാം ഓർമ്മിക്കുക, അബ്ബാ എന്ന് വിളിക്കാൻ, അപ്പാ എന്ന് വിളിക്കുന്ന യേശുക്രിസ്തു അബ്ബാ എന്ന് വിളിക്കുന്നത് പരമപിതാവ് ഉണ്ട്. എന്നാൽ ഈ ലോകത്തിൽ യേശുക്രിസ്തു അപ്പാ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ മഹത്വം അതാണ്. ഒരു സാധാരണക്കാരനെ നോക്കി അത് ധാരാളം സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ സഹായകമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ആ വിളിക്ക് താൻ അർഹനാണ് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധ യൗസേപ്പ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇത് വലിയ രഹസ്യമാണ്. വാസ്തവത്തിൽ ഇത് വലിയൊരു രഹസ്യമാണ്. ഈ രഹസ്യം സ്വീകരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? രഹസ്യത്തിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതിനാണ് മൗനത്തിൻ്റെ മുഹൂർത്തങ്ങൾ നാം കണ്ടെത്തണം എന്ന് പറയുന്നത്. മൗനിയായ ഒരു വിശ്വാസിയുടെ മനോഹരമായൊരു മാതൃക. മൗനമെന്ന് പറയുന്നത് മൂഢതയുടെ അടയാളമല്ല, മറിച്ച് ദൈവത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതിന് പിൻപിൽ ധ്യാനമുണ്ട്, അതിന് പിൻപിൽ ശ്രവണമുണ്ട്. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചെടുത്ത് അതിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കാനും സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കാനും ഈ മൗനം അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ധ്യാനാത്മകമായ ഈ മൗനമാണ് എന്ന് വിശുദ്ധ യൗസേപ്പിലേക്ക് നോക്കി നാം പഠിക്കേണ്ടതുണ്ട്. പലതിനോട് നാം പ്രതികരിക്കേണ്ടതില്ല. അതാണ് അതിനോടൊക്കെ നാം മൗനിയായിരിക്കുക. അത് മുനിയുടെ ഭാവമാണ്. ആഴമായ ആത്മീയത ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഈ മൗനമെന്ന വ്രതം സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. ഒരർത്ഥത്തിൽ മൗനികളായിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. മനുഷ്യരോടല്ല, ഈ ലോകത്തോടല്ല, മറിച്ച് ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നവരാണ് ഈ ലോകത്തിൻ്റെ ആരവങ്ങളോട് വാതിലടയ്ക്കുന്നത് എന്ന് നാം ഓർമ്മിക്കണം. വ്യർത്ഥമായ സംഭാഷണങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത് എന്ന് നാം ഓർമ്മിക്കണം. ഈ മൗനമെന്ന കൃപ യൗസേപ്പ് പിതാവിനുണ്ടായിരുന്നില്ലെങ്കിൽ മറിയത്തിനും അതാണ്. മറിയം അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് സംസാരിക്കുന്നത്. 4 സന്ദർഭങ്ങൾ മാത്രമാണ് ഈ വേദപുസ്തകത്തിൽ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായി നാം കാണുന്നത്. അപ്പോൾ ഈ മൗനം സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ മാലാഖ വെളിപ്പെടുത്തിയതോ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തിയതോ എല്ലാം സംസാര വിഷയമാക്കി പങ്കുവെച്ചു പോയിരുന്നെങ്കിൽ സാത്താൻ മനുഷ്യാവതാരത്തിനെതിരെ ആസൂത്രിതമായി പ്രവർത്തിക്കുമായിരുന്നുവെന്നതിൽ യാതൊരു സംശയമില്ല. മൗനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതാണ്. സാത്താൻ പോലും അറിയാതെ നമ്മുടെ ചുറ്റും നടക്കുന്ന, എല്ലാം ശ്രദ്ധിച്ച് ചുറ്റും നടക്കുന്ന സാത്താനിൽ നിന്നും ദൈവീക രഹസ്യങ്ങളെ മറച്ചു വെച്ച് അവയ്ക്ക് മാംസം നൽകാനുള്ള ആ ഒരു സമർപ്പണത്തിൽ മൗനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം ഒരു വചനഭാഗമെടുത്ത് മൗനിയായിരിക്കുക, ദൈവസന്നിധിയിൽ മൗനിയായിരിക്കുക. എത്രമാത്രം വെളിച്ചമാണ്, വെളിപാടുകളാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ നാം കണ്ടെത്തുന്നത് വാദങ്ങളും തർക്കങ്ങളും വാദപ്രതിവാദങ്ങളാണ്, ആരവങ്ങളാണ്, മുദ്രാവാക്യങ്ങളാണ്, ബഹളങ്ങളാണ്. ഇതിനു മധ്യേ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറയ്ക്കുകയും ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ സ്വരം നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന, അടച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ
സ്വർഗത്തിൻ്റെ ഹിതം തേടി നാം ഓരോരുത്തരും വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ, സ്വർഗീയമായ സന്ദേശം സ്വീകരിച്ച് നാം വിശുദ്ധീകരിക്കപ്പെടാൻ, സ്വർഗീയമായ ആ ഒരു പരിശുദ്ധാത്മ നിറവ് സ്വീകരിച്ച് നമ്മുടെ ജീവിതം കരുത്തുള്ളതായി തീരാൻ മൗനത്തിൻ്റെ ശക്തി നാം കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ മൗന മുഹൂർത്തങ്ങളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത്. ഓരോ രചനയും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പുതിയ പുതിയ ആശയങ്ങൾ പിറന്നു വീഴുന്നത് അങ്ങനെയാണ്. യേശുക്രിസ്തു പിറന്നു വീണതും ഒരു മൗന മുഹൂർത്തത്തിലാണ് എന്ന് എല്ലാ പിറവികളും അതാണ്. എല്ലാ ആശയങ്ങളുടെ പിറവികളും, എല്ലാ ദൈവിക ഇടപെടലുകളുടെ പിറവികളും ഈ മൗനത്തിൻ്റെ ഫലമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനും സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാനും ദൈവസന്നിധിയിൽ മൗനിയായിരിക്കുന്ന യൗസേപ്പിനെ നാം കാണുന്നു. നമ്മുടെ ഭവനങ്ങൾ തന്നെ ഉണ്ടാകുന്ന പല തരത്തിലുള്ള സംഘർഷങ്ങളും ആരെങ്കിലും ഒരാളെങ്കിലും മൗനമായിരുന്നാൽ പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതെ, ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീർന്നു. അതാണ് യൗസേപ്പ് പിതാവിലേക്ക് നാം നോക്കി നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം. അതുപോലെ തന്നെ നിതാന്തമായ ജാഗ്രത, പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സാത്താൻ കെണികൾ ഒരുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിതാന്തമായ ജാഗ്രത, ഉറക്കത്തിലും നാം പുലർത്തുന്ന ഒരു ഉണർവുണ്ട്. അതാണ് കൈക്കുഞ്ഞുമായി ഉറങ്ങുന്ന അമ്മ എപ്പോഴെങ്കിലും കുഞ്ഞിൻ്റെ ദേഹത്ത് കയറി കിടക്കാറുണ്ടോ? ഇല്ല. തൻ്റെ ശരീരഭാഗം പോലെയാണ്. ആ കുഞ്ഞ് അനങ്ങിയാൽ പോലും എത്രമാത്രം ആഴത്തിലുള്ള ഉറക്കത്തിലാണെങ്കിലും അമ്മ അറിയും, അമ്മ ഉണരും, ആ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അപ്പോൾ ഏത് സന്ദർഭങ്ങളിലും സ്വർഗീയ രഹസ്യങ്ങൾ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഉണർവ് യൗസേപ്പ് പിതാവിൽ നാം കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നിദ്രയിൽ നിന്നും അവൻ ഉണർന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ ഓരോ രഹസ്യവും നാം സ്വീകരിക്കുമ്പോൾ ഒരു പുതിയ ഉണർവ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. നമുക്ക് ഓരോ ദൗത്യം ഏർപ്പെടുമ്പോൾ, നമുക്ക് നൽകപ്പെടുമ്പോൾ, അതേപ്പറ്റിയുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരു പുതിയ ഉണർവിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ കുറേ കൂടി നമ്മെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. കർമ്മനിരതനാകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഉണർവ് എപ്പോഴും പുലർത്തി എന്നുള്ളത് നാം പ്രത്യേകം ഓർമ്മിക്കണം. അവിടെ യൗസേപ്പ് പിതാവിന് 4 സ്വപ്നങ്ങളാണ് ലഭിക്കുന്നത്. സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തുന്നത്. ആ സന്ദർഭങ്ങളിലെല്ലാം യൗസേപ്പ് പിതാവിൽ നാം കണ്ടെത്തുന്ന പ്രത്യേകത, പുലരാൻ വേണ്ടി കാത്തിരുന്നില്ല, നാളേക്ക് വേണ്ടി കാത്തിരുന്നില്ല, മനുഷ്യരുമായുള്ള ആലോചനയ്ക്ക് വേണ്ടി സമയം കളഞ്ഞില്ല. ഉടൻ അതാണ് അവൻ ഉണർന്നു, ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തിയതനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ വെളിപ്പെടുത്തിയതനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ നമുക്ക് എന്തും സ്വീകരിക്കാനുമുള്ള ഒരു റെഡിനെസ് ഉണ്ടാവുക. അതാണ് അപ്പോൾ തന്നെ അതിനോട് പ്രവർത്തിക്കാനുള്ള ആ ഒരു സമീപനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം മറിയത്തിൻ്റെ ഗർഭധാരണത്തെ സംബന്ധിച്ചുള്ള ആ ഒരു വെളിപ്പെടുത്തലുണ്ട്. ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഒളിച്ചോടാൻ വേണ്ടി നൽകുന്ന ആ സന്ദേശമുണ്ട്. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു സന്ദേശമുണ്ട്. അർക്കലാവോസ് രാജാവായി വാഴുന്നുവെന്ന് കണ്ട് അവിടെ നിന്ന് നസ്രത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള വെളിപ്പെടുത്തലുണ്ട്. ഇതെല്ലാം അപ്പോൾ വെളിപ്പെട്ട് കിട്ടുന്ന ആ സന്ദർഭത്തിൽ തന്നെ നിറവേറ്റാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ദൈവരാജ്യ ശുശ്രൂഷകരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയം പാഴാക്കാനില്ല. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായാൽ, നിയോഗം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ കർമ്മനിരതരാകുക. നമുക്ക് ആലസ്യത്തിന്, ലേസിനെസ് എന്ന് പറയുന്ന, അലസത എന്ന് പറയുന്നത് ഒരു മൂലപാപമാണ്.
അത് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളെ ഫലരഹിതമാക്കി തീർക്കുന്നു എന്നുള്ളത്, സമയം വൈകിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് യൗസേപ്പിൽ നിന്നും ഈ ഒരു ഉത്സാഹം, ദൈവഹിതം നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം ദൈവമക്കൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഏഴാമതായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുടുംബാംഗങ്ങൾക്കും അവർക്ക് ഓരോരുത്തർക്കും അർഹിക്കുന്ന അംഗീകാരം നൽകുന്ന ഒരു ഗ്രഹനാഥൻ്റെ ചിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ അർഹിക്കുന്നതിനപ്പുറത്ത് മറിയത്തോടുള്ള സമീപനത്തിലാണെങ്കിൽ നോക്കുക, മറിയത്തോടുള്ള സമീപനത്തിൽ മറിയം വിവാഹം കഴിഞ്ഞ് അവരൊന്നിച്ചു പാർക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി എന്നുള്ള ആ ഒരു ബോധ്യമുണ്ടായി കഴിഞ്ഞപ്പോൾ നീതിമാനായ യൗസേപ്പ് അവൾക്ക് ഒരു ദോഷവും വരാതെ ശ്രദ്ധിക്കുന്നതാണ്. തൻ്റെ ജീവിത പങ്കാളിക്കാണ് പ്രാധാന്യം, എനിക്കല്ല പ്രാധാന്യം. മറ്റുള്ളവരെല്ലാം എൻ്റെ ചുറ്റും കറങ്ങുക എന്നുള്ളതല്ല. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമീപനമാണ്? മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞടങ്ങാൻ തയ്യാറാകുക. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠമാണ്. നമുക്ക് വേണ്ടി എല്ലുനുറുക പണിയെടുത്തതും ഉറക്കമിളച്ചിരുന്നതും കഷ്ടപ്പെട്ടതുമൊക്കെ ഈ മാതാപിതാക്കൾ ഈ ചൈതന്യം ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ്. ഓരോരുത്തർക്കും അർഹിക്കുന്നതിലേറെ അംഗീകാരവും പ്രാധാന്യം കൊടുക്കാൻ തയ്യാറായി. യേശുക്രിസ്തുവിനെ 12-ാമത്തെ വയസ്സിൽ കണ്ടു. യേശുക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജീവിച്ചത്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ യൗസേപ്പ് അവിടെയും പൊട്ടിത്തെറിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അതെല്ലാം ദൈവഹിതത്തിന് മുമ്പിൽ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ യൗസേപ്പ് ഇതെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഒരു കുടുംബ നാഥനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹകരമായ ഒരു നേതൃത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അർഹിക്കുന്ന അംഗീകാരം നൽകുക, പരിഗണിക്കുക. അവനവൻ്റെ വഴിക്ക്, ഇവൻ്റെ വഴിക്ക്, ജീവിത പങ്കാളിയുടെ വഴിക്ക് അങ്ങനെ വിടുക എന്നുള്ളതല്ല. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുകയും അവർക്ക് പ്രാധാന്യം നൽകി നാം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ആ കുടുംബാന്തരീക്ഷം സജീവമായി തീരും. അവിടെ അവഗണിക്കപ്പെടുമ്പോഴാണ് ഈ വാതിലുകൾ തുറന്ന് അംഗീകാരത്തിന് വേണ്ടിയുള്ള പുതിയ വഴികൾ തേടാനിടയായിത്തീരുന്നത്. സ്നേഹത്തിൻ്റെ ആ ഹൃദ്യമായ ഒരു ബന്ധം കൊണ്ട് ചേർത്തു നിർത്തുന്ന ഒരു ഗ്രഹനാഥൻ്റെ ചിത്രം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. എട്ടാമതായി ധീരതയുടെ ഒരു മാതൃക, അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് സർഗാത്മകമായ ധീരത എന്ന് പറയുന്നതാണ്. അത് ഓരോ സാഹചര്യത്തിലും ആ സാഹചര്യത്തിന് അനുയോജ്യമായി ധീരമായി പ്രവർത്തിക്കാൻ തയ്യാറാവുക. നാം കുറിച്ചു വെച്ചതും പഠിച്ചു വെച്ചതും മാത്രമല്ല, അതിനപ്പുറത്ത് ഓരോ സാഹചര്യത്തോടും അനുരൂപമായി ധീരതയോടെ പ്രതികരിക്കാൻ ആവശ്യമായിരിക്കുന്നത് ഉറച്ച വിശ്വാസമാണ്. ദൈവവിശ്വാസവും പരസ്പരമുള്ള വിശ്വാസവുമാണ് അതിനടിസ്ഥാനമായി നിൽക്കുന്നത് എങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് ആ രാത്രിയിൽ തന്നെ ചോരക്കുഞ്ഞിനെയും നെഞ്ചോട് ചേർത്ത് യാത്ര ചെയ്യാൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് അത് തന്ത്രപരമായ ഒരു പ്രയാണമാണ്, ഒരു പിന്മാറ്റമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവർക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, ദരിദ്രരും നിരാലംബരും സഹിക്കുന്നവരും മരണത്തെ അഭിമുഖീകരിക്കുന്നവരും തടവുകാരും രോഗികളും അപരിചിതരും പ്രവാസികളുമായ എല്ലാവരും യൗസേപ്പ് സംരക്ഷിക്കുന്ന ഒരു ശിശുവാണ് എന്ന്. നമ്മുടെ സംരക്ഷണവും സ്നേഹവും ആവശ്യമായിരിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം കണ്ടെത്തുന്ന പലതരത്തിലുള്ള ഒറ്റപ്പെടലുകൾക്ക് വിധേയമാകുന്നവർ, അവരെ സംരക്ഷിക്കാൻ നാം തയ്യാറാകുമ്പോൾ വിശുദ്ധ യൗസേപ്പ് സംരക്ഷിച്ച ശിശുവിൻ്റെ അവസ്ഥയിൽ
അവരൊക്കെ യേശുക്രിസ്തുവായി രൂപാന്തരം. യേശുക്രിസ്തുവിനെ സംരക്ഷിക്കുന്ന ആ ഒരു ദൗത്യമാണ് നാം ഓരോരുത്തരും നിറവേറ്റുന്നത് എന്ന്. 9-ാമതായി കഠിനാധ്വാനിയായ ഒരപ്പൻ. അതാണ് അപ്പനാണ് അപ്പം തരുന്നത് എന്നോട് പറയുന്നതാണ്. അതിൻ്റെ പിൻപിൽ എന്താണ്? ഒരർത്ഥത്തിൽ കർത്താവ് അപ്പം മുറിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞതുപോലെ അപ്പൻ നമുക്ക് അധ്വാനിച്ചു തരുന്നത് തൻ്റെ ശരീരമാണ്. വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നമുക്ക് ഭക്ഷണം തരുന്നത് നമ്മുടെ അപ്പന്മാരുടെ കുർബാനയുടെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ കഠിനാധ്വാനം ചെയ്യുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ്? തൊഴിൽ, മാന്യമായ തൊഴിൽ എന്ന് പറയും. എന്നാൽ എല്ലാ തൊഴിലിനും മഹത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഓരോ തൊഴിൽ നാം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഈ നമ്മുടെ ചുറ്റുപാടുകളെ പടുത്തുയർത്തുന്നതിന് ദൈവത്തോട് നാം നടത്തുന്ന സഹകരണമാണ് എന്നുള്ള ആ ഒരു ബോധ്യം ദൈവരാജ്യ നിർമ്മിതിയിൽ ആശാരിപ്പുരയിൽ പണിയെടുക്കുന്ന യൗസേപ്പ് പിതാവിനെ നാം ഇവിടെ കാണുന്നു. തൊഴിലില്ലായ്മയുടെ ഒരു കാലഘട്ടത്തിൽ വൈറ്റ് കോളർ ജോലിക്ക് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ, നാട് വിട്ടുപോകുമ്പോൾ നാം പഠിക്കേണ്ട ഒരു പാഠമാണ്, യൗസേപ്പിലേക്ക് നോക്കി പഠിക്കേണ്ട ഒരു പാഠമാണിത്. അപ്പോൾ ദൈവവുമായി സഹകരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ലോകത്തെ പടുത്തുയർത്തുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം. 10-ാമതായി സ്വർഗീയ പിതാവിൻ്റെ ഒരു നിഴലായി ഈ ലോകത്ത് ഒരു പിതാവ്. അതാണ് പിതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വർഗീയ പിതാവ് കുഞ്ഞുങ്ങളെ കൊന്നുകളയുമോ? ഇല്ല. ഭ്രൂണഹത്യ ഉണ്ടാകുന്നെങ്കിൽ ആ സ്വർഗീയ പിതാവിൻ്റെ നിഴലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇന്ന് നമ്മളെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ പിതൃത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന്. മാതൃത്വത്തിൻ്റെയും പിതൃത്വത്തിൻ്റെയും മഹത്വം തിരിച്ചറിയാൻ തീർച്ചയായും നസ്രത്തിലെ ഈ തിരുക്കുടുംബത്തിലേക്ക് നാം നോക്കേണ്ടതുണ്ട്. ഒരു തിരുക്കുടുംബത്തിന് മാത്രമേ ഇന്ന് ഈ കാലഘട്ടത്തിൽ സാക്ഷ്യ ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു പാഠം പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ വർത്തിക്കുന്ന ആർദ്ര ഹൃദയനായ ഒരു പിതാവിൻ്റെ ആ ഒരു മാതൃക യൗസേപ്പ് പിതാവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗീയ പിതാവിനെ എങ്ങനെ കണ്ടെത്തും? നമ്മളുടെ മാതാപിതാക്കളിലൂടെയാണ്, ഈ പിതാവിലൂടെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. അതിന് മനോഹരമായ ഒരു മാതൃകയാണ്. 11-ാമതായി ഞാൻ പറയും, യൗസേപ്പ് പിതാവ് ഒരു രക്തസാക്ഷിയാണ്. രക്തസാക്ഷി കൊല ചെയ്യപ്പെടുന്നവർ, ശാരീരികമായി കൊല ചെയ്യപ്പെടുന്നവർ മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ ദൈവമഹത്വത്തിന് വേണ്ടി സുഖമറിയാതെ കഷ്ടപ്പെടുന്നവർ രക്തസാക്ഷിത്വത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ഇവിടെ തൻ്റെ ഭാര്യ ഗർഭിണിയായത് എങ്ങനെയാണെന്ന് പോലും അറിയാതെ നൊമ്പരപ്പെട്ട് പിൻവാങ്ങി തേങ്ങിക്കരയുന്ന യൗസേപ്പ് പിതാവ് ദൈവിക പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ രഹസ്യങ്ങൾ അറിയാതെ ഇവിടെ ആശങ്കയോടെയും നൊമ്പരത്തോടെയും കഴിയുന്ന യൗസേപ്പ് പിതാവ് രക്തസാക്ഷിയാണ്. യൗസേപ്പ് പിതാവിൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തിക്കൊണ്ട് യേശുവിൻ്റെ ജീവിതകാലം മുഴുവനും അത്രയും പരിഹാസത്തിന് വിധേയനായി തീർന്ന യൗസേപ്പ് പിതാവ് രക്തസാക്ഷിയാണ്. നമ്മുടെ സൽപ്പേർ ഈ ലോകത്തിലല്ല, ദൈവം നമുക്ക് നൽകുന്ന ഒരു മഹത്വമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സൽപ്പേരിനു വേണ്ടി മാത്രം പലതും ഉപേക്ഷിച്ച് ജീവിക്കുക. എങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുമായിരുന്നു, അമ്മയെ ഉപേക്ഷിക്കുമായിരുന്നു, ഒരു പക്ഷേ ജോലി ഉപേക്ഷിക്കുമായിരുന്നു, അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിനെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ സമർപ്പണം യൗസേപ്പ് പിതാവിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ ഒരു വർഷം കുടുംബവർഷമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തിരുക്കുടുംബത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഇത് തീർച്ചയായും സഹായകമാകുമെന്നതിൽ സംശയമില്ല. ഒരു ബലി ജീവിതത്തിൻ്റെ സമ്പൂർണമായ ഒരു മാതൃക നമുക്ക് നസ്രത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു, ബേത്ലഹേമിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അവിടെ പുൽക്കൂട്ടിലെത്തിയവരെല്ലാം കണ്ടത് ശിശുവിനെ മാത്രമല്ല, മറിയത്തോടും
യൗസേപ്പിനോടുമൊപ്പം ശിശുവിനെ കണ്ടു വണങ്ങി. ഒരു കുടുംബം, അതാണ് യേശുക്രിസ്തുവിൻ്റെ ലൂടെ പിറന്നു വീണത്. യേശുക്രിസ്തു എന്ന രക്ഷകൻ മാത്രമല്ല, രക്ഷകൻ്റെ ഒരു കുടുംബം, ഒരു തിരുക്കുടുംബത്തിൻ്റെ പിറവി കൂടിയാണ് ബേത്ലഹേമിൽ നാം കണ്ടെത്തുന്നത്. എങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന മഹോന്നതമായ ഒരു മാതൃകയാണ് യോസേപ്പ് പിതാവിൻ്റേത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. ആ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ജീവിതത്തെ മുഴുവനും ബലിയാക്കി മാറ്റിയ ആ പിതാവിൻ്റെ ആ ഒരു വിശ്വാസിയുടെ, ധീരതയുള്ള ഒരു വിശ്വാസിയുടെ, രക്തസാക്ഷിയായ ഒരു വിശ്വാസിയുടെ ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതം യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയ്ക്ക് നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. നമ്മളുടെ ജീവിതം ഇതുപോലെ അനുഗ്രഹീതമായി തീരാൻ, നമ്മുടെ ജീവിതം ഒരു ബലി ജീവിതമായി തീരാൻ ഈ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറക്കുമോ സ്തൗമൻ കാലോസ് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വയം യാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാവപരിഹാരം നൽകുകയും ഞങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്ത അഭികാമ്യമായ ശുദ്ധീകരണ ബലിയർപ്പണം അനുഗ്രഹീതവും ആ മധുരഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികൾ ഞങ്ങളെ സ്വതന്ത്രനാക്കിയവനുമായ കുഞ്ഞാടിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുലകുഞ്ഞവുമോ സ്വതുഹായ ബാർക്കുമോർ കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. പാവപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേ ദയതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രയുടെയും പനിമഞ്ഞവിടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മൗത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാവപരിഹാരവും പാവപരിഹാരകനുമാകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന് ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ.
നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയ യാഗങ്ങളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മുഖാന്തരം ആവസിക്കണമേ. അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശബാബു കൊലിശുബാലവൽമീ. കർത്താവ് അങ്ങയുടെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ബലഹീനനും ഭാവിയുമായ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ജീവപ്രദനായ പരിശുദ്ധ റൂഹ നേതാക്കന്മാർ, സഹോദര നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശ്വാസികളായ മരിച്ചുപോയുടെയും ആത്മാക്കളിൽ എന്നും എന്നേക്കും രണ്ട് ലോകങ്ങളും മനസ്സിൽ വിതോന്നി പാപിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ബാർക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മതത്തോട് ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകർത്താവുമായ യേശു മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാർ സ്നേഹന്മാർ മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായിലും കാതോലികോ സ്ലൈഹികോ ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഞങ്ങൾ ഏറ്റുപറഞ്ഞ്
മരിച്ചു പോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോർ സ്തോമൻ ഗാലോസ് കുറിയേലായിസോൻ. കർത്താവേ, നിന്റെ സഭയ്ക്കും അജഗണത്തിനും ഇടവകയ്ക്കും ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്നേഹവും നിരന്തരമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തെ ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. സമാധാനപ്രിയർക്കുള്ള നില അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന സ്തോത്രബലി മുഖാന്തരം പാവവികാരങ്ങൾ ഉപേക്ഷിക്കുന്നതിനും പുണ്യപ്രവർത്തികൾ വ്യാപരിക്കുന്നതിനും ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ വാത്സല്യഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനമൊക്കെയും അദൃശ്യമായ സംഘങ്ങളോടും സംഖ്യാതീതമായ നിരകളോടും ആധ്യാത്മികമായി ചേർന്നുകൊണ്ട് സോപ്പേൻ മാലാഖമാരെ പോലെ 3 പ്രാവശ്യം ഉച്ചത്തിൽ നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ഇത് മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാവമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ ദിവരഹസ്യങ്ങൾ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ മരണത്തെയും കപടക്കത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ ഓർമ്മിക്കുകയെന്നപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരോട് കൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു. നിന്റെ രണ്ടാമത്തവരവനായി നോക്കി പാർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണമേ. കർത്താവേ, രക്ഷാകരമായ നിന്റെ വ്യാപാരത്തിലെ വിസ്മയനീയമായ അത്ഭുത പ്രവർത്തികളും ഓരോരുവന്റെയും പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിൻ്റെ ഭയങ്കര അടയാളങ്ങളും ഞങ്ങൾക്ക് മറക്കാവതല്ല. ഇത് ഹേതുവായി നിന്റെ സഭയുടെ വകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും ഭാവികളുമായി നിന്റെ ഈ ദാസ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദൈവോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീ.
ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ, കുരിയേലായിസോൻ, കുരിയേലായിസോൻ. പരിശുദ്ധാത്മാവി അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമീൻ. പരിശുദ്ധ റൂഹായി കാസായില മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ആമീൻ. കർത്താവേ, തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുകൊള്ളുന്ന ഞങ്ങൾ നിന്നോട് കൂടി ആനന്ദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ 4 ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ചുഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകമേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോർ ബെസീലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും ഭദ്രാസൻ്റെ ഇടയനും മേൽപ്പെട്ടക്കാരനുമായ അബുൻമോർ ഐറേനിയോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അബുൻമോർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പീസ്കോപ്പാമാർക്ക് വേണ്ടിയും കശീശന്മാർ, ശമാശന്മാർ, ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായി തിന്മ സംസാരിക്കുന്ന വേദവിരുദ്ധകളെ നിശബ്ദരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടം, ദരിദ്രരുടെ നിലവിളി, പീഡിതരുടെ ക്ലേശം, മർദ്ദരുടെ പ്രയാസങ്ങൾ, രോഗികളുടെ വേദന എന്നിവ നീ ഗവനിക്കാതെ മൗനമായിരിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ആധ്യാത്മികമാനന്റെ സുഖയോന് ചുറ്റും നടന്ന് അതിന് ഗോപുരങ്ങൾ എണ്ണുന്നവരെ ഭയപ്പെടുത്തി ചിതറിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോർ ശുദ്ധമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെയും നിബിയന്മാർ, സ്ലീഹന്മാർ, പ്രസംഗകർ, ഏവെങ്കിലസ്തന്മാർ, സഹതയന്മാർ, മൗദ്യനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന വിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസികളായ പരേതരെയും സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ കുറ്റമില്ലാത്തതും ശ്ലൈഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർമ്മിക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധർക്കായി കരുതിയിരിക്കുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസികളായ പരേതരെ സദയം യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്നും വേർപെട്ടുപോയ സകലരെ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ സ്വകരായത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. ഞങ്ങളുടെ പരേതരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാതാളത്തിൽ നിന്ന് വിടുവിക്കുകയും പൂഴിയിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യണമേ. ആ സമയത്ത് അതിൻ്റെ ഏകജാതന കൃപയവർക്ക് സമർത്ഥമായി ലഭിക്കുവാനിടയാകണമേ. അവൻ മുഖാന്തരം കരുണയും പാപമോചനവും പ്രാപിക്കുവാനായി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പണിപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോടറിവോടാതെ തിരുമുമ്പിൽ ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. പൊതുവായ പുനരുദ്ധാനത്തിൽ ലഭ്യമാകുന്ന വീകരണത്തോടുകൂടെ നിന്റെ സൗഭാഗ്യകരമായ രാജ്യത്തിലെ പരമാനന്ദത്തിന് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. സർവാദരണീയവും സംപൂജ്യമായ നാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ എല്ലാറ്റിലും പ്രകാരം കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലാകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തുടയോ നീ വാതിൽ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക്കുമോ നിന്നെ
പ്രാർത്ഥിക്കണം. കരുണയുള്ള പിതാവായ ദൈവമേ, വിനയപൂർവ്വമുച്ചത്തിൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും അതരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെയും മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവേ, ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന എല്ലാറ്റിനെയും വേഗത്തിൽ ഞങ്ങൾക്ക് ശുഭകരവും പ്രയോജനപ്രദവുമായി മാറ്റിത്തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ സർവ്വവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും നിന്റെ സഭയിലും അജഗണത്തിലും ഇടവകയിലും ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത ഉണ്മയായതും ആത്യന്തമില്ലാത്ത വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാറക്കുമോർ ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമീൻ. തന്റെ കരുണയാ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. ആമീൻ. തന്റെ വിലയേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആമീൻ. ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ.
ആമീൻ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവസുതന്മാരാവാ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാ താതരയോർക്കേണം. നയവാന്മാർ പുണ്യപ്പെട്ടു ഒന്നിച്ചേകുമവർ ആശ്വാസം ഈ പുത്രൻ ദൈവം മുറിയോറാഹി ആലയുവാദാവേ. നയവാൻ പന പോല തളിർത്തിടുമേ. ഹാലേലുയ്യ. വളരുമവൻ ലബനോൻ കാരകിൽ പോൽ. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുവേ. ഹാലേലൂയ. വർദ്ധിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും മാറിക്കുമോ. ശുഭഗോല പോല ബറോവൽ റൂഹോ കാദീശോ. പിൻമൂലം വാദാമിൽ മൂലം വൽമീനാമീ. ഒരു പോലിങ്ങും മാറിയൗസേ. വാനിലും അതുപോൽ നിന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്ക. സൗമൻ കാലസ്കുറിയേലായിസോ. പ്രാർത്ഥനയിൻ സമയമീതല്ലോ ഓ മാറിയൗസേ. പതിവിൻ പടി നിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോൽ കൈവാഴ്ത്തേണം. ബാരക്കുമോ. ശുഭഗോല പോല ബറോവൽ റൂഹോ കാദീശോ. നിന്നെ വരിച്ചൊരു ദാതനും ഓ മാറിയൂസേ. നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടിച്ചോടിക്കുന്ന റൂഹാവന്യൻ. നിൻ പ്രാർത്ഥന കൃപ ഏറ്റട്ടി ഞങ്ങൾക്കെന്നും. മുറിയോറാകി വലൈനുവാദാരേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാ. നാം ശബ്ദമുയർത്തി പറയണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായവൻ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിനും നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദേവപുത്ര, പാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാവപരിഹാരമിറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ അദൃശ്യമാന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുവുമ്പാവുള്ള ആത്മധൈര്യത്തിനുമായി
വിലയേറിയ രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ ആശീർവദിക്കണമേ. രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച് സംബന്ധിക്കുന്നവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമും തരമരുളി, കൃപ ചെയ്യണമേ നിനക്കു സ്തുതി, കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന പുണ്യപ്പെടുത്തുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നല്ലോർമ്മ നയവാൻമാർക്കും വിശ്വാസികൾ പാന്മാർക്കും അവർ യാചന തുണയാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെ നിത്യവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. നിന്റെ ഏകജാതന്റെ ശരീരവും രക്തവുമാകുന്ന ഈ ആത്മീയ ഭക്ഷണത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയ പിതാവേ, ശാരീരിക ഭക്ഷണത്തിൽ ശീലിച്ച ഞങ്ങളുടെ വായുകൾ കൃപാലുവായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതൻ മുഖാന്തരം അവനോടുകൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതി ബഹുമാനവും ആധിപത്യം ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ.
കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനശ്വരമായ ഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമായ മിശിഹാ തമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ കടാത്തി അഗ്നിക്കരയാകുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരേക്കുമോ പരിശുദ്ധാത്മാ പ്രേരിതരാം നിബിമാരും ശ്ലീഹന്മാരും ബലിയായി തീർന്നൊരു സഖദേരും നീതിപ്രിയരും പ്രാർത്ഥിപ്പൂ. കാഴ്ചയിതിൽ കർത്താവേ, നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ലവരാ മൃദർ പുണ്യ സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ ഭാവപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹത്തോട് യാത്ര ഭക്ഷണത്തോടും കൂടെ ശ്രീ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചനും കർത്താൻ ജയമള ശ്രീബായ രസമിസമാമോദീസായാൽ മുദ്രിതരമായൊരുമേ, ഈ തൃണങ്ങൾ ക്ഷമിക്കുകയും കുറ്റങ്ങൾ മോചിക്കുകയും മരിച്ചുപോടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും ഭാവിയുമായി ദാസൻ നിങ്ങൾ പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുവീൻ. എന്നേക്കും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. കർത്താവ് അങ്ങയുടെ കുർബാന സ്വീകരിക്കുകയും അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.